ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന കുട്ടികളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സേമിയ കൊണ്ടുള്ള ഒരു സ്വീറ്റാണ്. സാധാരണ നമ്മൾ റവ കൊണ്ട് കേസരി തയ്യാറാക്കിയെടുക്കുന്നത് പോലെ തന്നെ സേമിയ കൊണ്ട് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിഷാണ് സേമിയ കേസരി. അപ്പോൾ അത് നല്ല രുചിയിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്നുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ടൊന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഒരു പാൻ വെച്ച് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് ഒരു 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ടേക്ക് നമുക്ക് കശുവണ്ടി പരിപ്പും ഉണക്ക മുന്തിരിയും അതുപോലെ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ സാധാരണ നമ്മൾ കേസരിയിലൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അടുത്തതായിട്ട് അതേ നെയ്യിലോട്ട് തന്നെ 1 കപ്പ് അളവിൽ സേമിയാണ് ചേർക്കുന്നത്. അപ്പോൾ വറുത്ത സേമിയോ വറുക്കാത്ത സേമിയോ ഏതാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ വറുക്കാത്ത സേമിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്ത് നമ്മൾ നെയ്യിലിട്ട് മൂപ്പിച്ചെടുത്ത് സാധാരണ നമ്മൾ കുറച്ചൊന്ന് കളറ് മാറി വരുന്ന രീതിയിൽ വറുത്തെടുക്കാറുണ്ടല്ലോ, ആ ഒരു പാകത്തിന് ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി വറുത്ത സേമിയാണുള്ളതെങ്കിൽ നെയ്യുടെ ഫ്ലേവർ എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ ഒന്നങ്ങ് മൂപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ ചെറുതായിട്ട് കളറ് മാറി വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി അതേ പാനിനകത്തോട്ടേക്ക് ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് 240 ml കപ്പാണ് കേട്ടോ. അതേ കപ്പിന് തന്നെ 1 കപ്പ് അളവിൽ പാല്. അപ്പം മെഷർമെൻറ്റ് കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാത്ത രീതിയിൽ ഉപയോഗിച്ചാൽ മതി. അടുത്തതായിട്ട് ഞാൻ ഒരിത്തിരി കുങ്കുമപ്പൂ പാലിനകത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്. സാധാരണ കേസരിയിൽ നമ്മൾ കുങ്കുമപ്പൂ ചേർക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് പാല് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇതിലോട്ടേക്ക് ചേർക്കാം. അപ്പോൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏലക്കപ്പൊടി മാത്രം ഉപയോഗിച്ചാൽ മതി, കുങ്കുമപ്പൂ ചേർക്കണം നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാം. ഇനി എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് സേമിയ നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണോ സേമിയ അളക്കാൻ എടുക്കുന്നത് അതേ കപ്പ് തന്നെ എല്ലാ മെഷർമെൻറ്റിന്, അതായത് പാലും വെള്ളമൊക്കെ അളക്കാനുള്ള മെഷർമെൻറ്റ് അതേ കപ്പ് തന്നെ ഉപയോഗിച്ചാൽ മതി. അല്ലാതെ മെഷർമെൻറ്റ് കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്കിതിന്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യുടെ ഫ്ലേവർ നല്ലോണം ഇഷ്ടമുള്ളവർക്ക് ഇത് വറ്റി വരുന്ന സമയത്ത് കൂടുതലായിട്ട് വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് അത്രമാത്രം നെയ്യൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ട് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചെറിയൊരു കളറിന് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു കളർ കിട്ടുന്നതിന് വേണ്ടി ഒരു ഡ്രോപ്പ് യെല്ലോ കളറും 1 ഡ്രോപ്പ് ഓറഞ്ചുമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അത് തികച്ചും ഓപ്ഷണലാണ്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് അളവിൽ പഞ്ചസാര നന്നായിട്ട് വറ്റി വന്നതിന് ശേഷം മാത്രം പഞ്ചസാര ചേർക്കാം. അതുപോലെ ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ച മധുരം കുറച്ച് കുറവായിട്ടാണ് ചേർത്തിട്ടുള്ളത്, അധികം മധുരത്തിൽ ചെയ്തിട്ടില്ല. നല്ല സ്വീറ്റായിട്ട് വേണമെന്നുള്ളവർക്ക് ഒരു 3/4 കപ്പ് വരെ പഞ്ചസാര ചേർക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ടേസ്റ്റ് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. കാരണം ആദ്യമേ തന്നെ നമ്മൾ മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നമുക്ക് ഭയങ്കര സ്വീറ്റായി പോകും. നമുക്കങ്ങ് കഴിക്കാനാണെങ്കിലും ഒത്തിരി അങ്ങ് കഴിക്കാനൊന്നും പറ്റാത്ത ഒരു രീതിയിലുള്ള രുചിയായിരിക്കും. ഒരു 2 നുള്ളു ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ 1/2 ടീസ്പൂൺ തുടങ്ങി 1 ടീസ്പൂൺ വരെ ഏലക്കയുടെ കുരുവും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഞാൻ ഫൈനലായിട്ട് ഇതിനകത്തോട്ടേക്ക് ഒരു ടേബിൾ സ്പൂണിനടുത്ത് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിങ്ങൾക്ക് നെയ്യ് ചേർക്കുമ്പോൾ കൂടുതൽ അളവിൽ വേണമെങ്കിൽ നമ്മൾ കേസരിയൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാറില്ലേ, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഒരു ചെറിയൊരു ടിപ്പ് പറയാം. അതായത് നിങ്ങൾ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ നമുക്ക് ഒത്തിരി പഞ്ചസാരയിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ ഒട്ടും താല്പര്യമല്ല അല്ലേ, ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, ഈന്തപ്പഴം ഉണ്ടല്ലോ, ഈന്തപ്പഴം നല്ല ചൂട് വെള്ളത്തിൽ കുതിർത്തി വെക്കുക കുറച്ച് സമയം. എന്നിട്ട് നമ്മൾ ഈ പാല് തിളപ്പിക്കുന്ന സമയത്ത് ഈന്തപ്പഴം അരച്ചത് അതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോഴാണെങ്കിൽ ഈ പഞ്ചസാര നമുക്ക് ഒഴിവാക്കിയിട്ട് അതിന് പകരം മധുരം ഈന്തപ്പഴത്തിൻ്റെ മധുരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ സാധാരണ ചെയ്തെടുക്കുന്ന രീതി ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. കൊച്ചു കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇതിനകത്തോട്ടേക്ക് നമ്മുടെ ഈ ഉണക്കമുന്തിരിയും കശുവണ്ടിപ്പരിപ്പും നന്നായിട്ട് വറ്റിച്ചെടുക്കുക. ഇത് പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരണം, കണ്ടോ, പാനിൽ നിന്ന് ഇങ്ങനെ വേർപെട്ട് വരുന്ന പാകം വരെ നമ്മൾ ചെയ്തെടുക്കണം. അപ്പോഴാണ് നല്ല കറക്റ്റായി കിട്ടുക. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ചേർക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റോ ബേക്കിംഗ് ട്രേയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിനകത്ത് നെയ്യ് തടവിയിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തതിന് ശേഷം മുഴുവനായിട്ട് ഇതുപോലെ ചേർത്തിട്ട് പിന്നെ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇത് ചൂടാറുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇതിങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാൻ കഴിയും. സമയം കഴിയുന്തോറും കുറച്ചുകൂടി ഇത് നല്ല രീതിയിൽ മുറിച്ചെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം ചൂടാറിയിട്ടുണ്ട്, എന്നാലും ചെറിയ ചൂടുണ്ട് കേട്ടോ. അതായത് കുറച്ചുകൂടി സമയം വെക്കുകയാണെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടി സെറ്റായിട്ട് വരും ഇത്. അപ്പോൾ ഞാനിതൊന്ന് കമിഴ്ത്തി കൊടുത്തിട്ടുള്ളതാണ്.
ഇനി ഗാർണിഷ് ചെയ്തെടുക്കുന്നത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനും ഐഡിയക്ക് അനുസരിച്ചിട്ട് മാത്രം ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ പിസ്ത ഉണ്ടായതുകൊണ്ട് ഇതിപ്പോൾ കാണാൻ ശരിക്കും നമ്മുടെ കുനാഫയുടെ ഒക്കെ ഒരു സ്റ്റൈൽ പോലെ ഉള്ളതുകൊണ്ട് കുറച്ച് പിസ്ത പൊടിച്ചതും പിന്നെ നമ്മുടെ കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച്, അതും പിന്നെ കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ട്യൂട്ടി ഫ്രൂട്ടിയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് പകരം ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള ചെറീസൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. ശരിക്കും അങ്ങനെ വെക്കുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി നല്ലത് തോന്നിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ പിസ്ത പൊടിച്ചതൊക്കെ ആഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു ഡിഷ് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.